ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് താ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ഇന്നലെ രാത്രിയോടുകൂടി അസ്തമിച്ചതാണ്. എന്നാലും കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഒരു ദിവസം പറയാത്തത് കൊണ്ട് ഏത് നിമിഷവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്നവരും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ലീഡേഴ്സ്മാരൊക്കെ ഇങ്ങനെ 2-ാം തീയതിനെ കാണിച്ചു തരാം, 2-ാം തീയതി നമ്മൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞവരെയൊക്കെ വിളിച്ച് കാല് പിടിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുടനീളം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേസ് കൊടുക്കരുത്, എല്ലാം ശരിയാവും, നമ്മുടെ പ്രതാപൻ സാറ് ആരെയും പറ്റിക്കാത്തൊരു തങ്കപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് നമ്മുടെ കണ്ണൂർക്കാരിയായ ഷൈമേച്ചിയുടേതാണ്. ഷൈമേച്ചി എന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു റിപ്ലൈ ഒക്കെ ചെയ്തുള്ള ഒരു പരിചയത്തിൽ ഈ ഷൈമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എനിക്ക് 2 വർഷമായിട്ട് പരിചയമുള്ള ആളാണ്. ഇവർ മുന്നേ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ വലിയൊരു ലീഡറായിരുന്നു. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിക്കെതിരെയും ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് തട്ടിപ്പാണെന്നും ഒക്കെ പറഞ്ഞിട്ട്. ആ സമയത്തും ഷൈമേച്ചി എന്നെ ഒരുപാട് വിമർശിച്ച ഒരാളാണ് നമ്മുടെ ഈ ഷൈമേച്ചി. ഇപ്പോൾ ഷൈമേച്ചിയുടെ ഒരു കമൻറ്റ് ഇന്നിങ്ങനെയാണ്: ശരിക്കും പറഞ്ഞാൽ ആരും നന്നാവത് കാണാൻ കഴിയാത്ത അസൂയക്കാരല്ലേ ഇവരൊക്കെ. ഹൈറിച്ച് ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ എന്നാണ് വേണ്ടത്. ഹൈറിച്ച് ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ കുരച്ച് ചാവുന്നത്? അസൂയ നമ്മൾ ഇനിയും ഹൈറിച്ചിൽ തന്നെ ഉണ്ടാവും. ജയ് ഹൈറിച്ച്. അപ്പോൾ ഷൈമേച്ചിയോട് പറയാനുള്ളത്, ആരും നന്നാവുന്നത് കാണാൻ കഴിയാത്ത അസൂയക്കാരല്ല നമ്മളൊന്നും. ആരെയും വഞ്ചിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. നമുക്കറിയാമായിരുന്നു നിങ്ങളിങ്ങനെയൊക്കെ ആൾക്കാരെ സ്വകാര്യമായിട്ട് കാണുന്നതും അവരെയൊക്കെ നന്നാക്കാമെന്നും പറഞ്ഞിട്ട് അവരുടെയൊക്കെ ബാങ്കിലും അവരെയൊക്കെ കടക്കാരനാക്കുന്നതും ഒക്കെ അവരുടെ കയ്യിലെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെയൊക്കെ വിഹിതം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ മുൻകാല പരിചയത്തിൻ്റെ പുറത്ത് മനസ്സിലാക്കി വെച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്, ഇത് തട്ടിപ്പാണെന്ന് മറ്റുള്ളവരോട് പറയുന്നത്. അല്ലാതെ നിങ്ങൾ എന്തോ നന്നായി പോകുന്നത് കണ്ടിട്ട് ഉള്ള അസൂയൊന്നും അല്ല. നിങ്ങളൊന്നും അസൂയപ്പെടാൻ മാത്രം ഒന്നും വലിയ സംഭവമൊന്നും നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് വേറെ കാര്യം. പിന്നെ നിങ്ങൾ പറയുന്ന സ്ഥിരം പാടുന്ന ഒരു സാധനമാണ് പിന്നെ ഇതാണ് മാങ്ങയില്ല മാവിലെ കല്ലെറിയൂ എന്നുള്ളത് കാര്യം. മാങ്ങയില്ല മാവിലും മാത്രമല്ല, വല്ല കാക്കയില്ല മാവിലും കല്ലെറിയും, പുഴുത്ത പട്ടിക്ക് നേരെയും കല്ലെറിയും, അങ്ങനെ പലതിനെയും നമ്മൾ കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. അതുപോലെ മാത്രം നോക്കിയാൽ മതി ഇതുപോലെയുള്ള തട്ടിപ്പുമായിട്ട് വരുന്നവരെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്ന ഒരു സന്ദർഭമായിട്ട്. പുഴുത്ത പട്ടിക്ക് നേരെ എറിയുന്ന കല്ല് പോലെയാണ് ഇതുപോലെ സാമ്പത്തിക തട്ടിപ്പിനായി വരുന്ന നിങ്ങളെപ്പോലെ ആട്ടി ഓടിക്കുന്ന, പരിഹസിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്, ഒരു പുഴുത്ത പട്ടിക്ക് നേരെ എങ്ങനെയാണ് ആൾക്കാർ പ്രതികരിക്കുന്നത് അതുപോലെയാണ്. അപ്പോൾ ഇതൊന്നും ഒരു കൊരയല്ല, ഇതൊക്കെ പറ്റിക്കപ്പെടാൻ ബാക്കിയുള്ള ആൾക്കാർക്കുള്ള ഇൻഫർമേഷനാണ്. ഇനിയും ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ള കരുതലോടുകൂടിയാണ് നമ്മളൊക്കെ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത്. അല്ലാതെ പറ്റിക്കപ്പെട്ടവർക്കൊക്കെ പൈസ കിട്ടട്ടെ, അല്ലെങ്കിൽ അവരൊക്കെ ചിലവാക്കിയ പൈസ തിരിച്ചു കിട്ടട്ടെ എന്നുള്ള ഇതൊന്നും ഇല്ല. അവരും ഇതുപോലെയുള്ള അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയവരാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഇഷ്ടമാണ് ഇവർ പൈസ തിരിച്ചെടുക്കണോ അല്ലെങ്കിൽ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നാണക്കേടുണ്ടാവും, ഇത്തരം തട്ടിപ്പുകളിൽ പൈസ ഇട്ടു എന്നുള്ള നാണക്കേടുണ്ടാവും. അതുകൊണ്ട് അവർ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കേസും കൂട്ടമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം
അതുകൊണ്ട് ആ ഒരു ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കേസിന് പോവില്ല. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. എന്തായി കഴിഞ്ഞാലും പോലീസ് അന്വേഷണത്തിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇനിയിപ്പോൾ പുതുതായിട്ട് ആയിരക്കണക്കിന് കേസില്ലെങ്കിലും കുറച്ചെങ്കിലും കേസ് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-ാം തീയതി കഴിഞ്ഞിട്ട്, ഇന്നും കൂടി കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ കേസിന് പോയിട്ടില്ലെങ്കിൽ ഇത് വേഗം തന്നെ കോടതിയൊക്കെ ഇതിൽ പരാതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ പേ ഔട്ട് ഉരുട്ടിത്തരുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കഥം ക്ലോസ് ഓവർ അല്ലെങ്കിൽ ഡെഡ് ആണ്. ഈ ഹൈറിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും എഴുതി തരാം. ഈ ഹൈറിച്ച് എന്ന് പറയുന്നത് കമ്പനി ഇനി പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലെ നിയമങ്ങൾ അല്ലെങ്കിൽ അതോറിറ്റികൾ ഇതിനെ വരിഞ്ഞ് മുറുക്കി കഴിഞ്ഞു. അത് പല പല ഏജൻസികളാണ് ഇതിനെതിരെ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. പക്ഷെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഈ മൊണ്ണ ലീഡർമാരുടെ വാക്കുകളല്ല, നിങ്ങൾ ഈ എഴുത്തും വായനയും അറിയാത്ത കോട്ട് മാത്രം ഇടുന്ന എന്നിട്ടും അലവലാതിത്തരം വിഡ്ഢിത്തം പറയുന്ന ലീഡർമാർ പറയുന്നതല്ല. നിങ്ങളുടെ പരിചയത്തിലുള്ള ഇതിനെക്കുറിച്ചൊക്കെ ബോധവും വിവരവും ആൾക്കാരോട് ചോദിക്കുക. ഇത്തരത്തിലുള്ള കേസുകൾ വന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു വരാൻ സാധ്യമാണോ എന്ന്. ഈ കമ്പനിക്ക് ഒരു കാര്യമല്ല പ്രശ്നം, ഇതിൻ്റെ എല്ലാം പ്രശ്നമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു മൊണ്ണേഷ് ഉണ്ടായിരുന്നു, ഒരു മൊണ്ണേഷ്, അവനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയാണല്ലേ. മൊണ്ണേഷ് കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മൊണ്ണേഷ് നമുക്കെതിരെയും ഒരുപാട് ആൾക്കെതിരെയും മൊണ്ണേഷ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. മൊണ്ണേഷിൻ്റെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ CEO ഒക്കെ ഷെയർ ചെയ്തതാണ്. പക്ഷേ എങ്കിലും മൊണ്ണേഷ് കുറച്ച് ദിവസമായിട്ട് മൊണ്ണേഷ് പുതിയ വീഡിയോ ഒന്നും ഇടുന്നില്ല. എന്താ മൊണ്ണേഷ്, എനിക്ക് നിൻ്റെ അന്വേഷണം കഴിഞ്ഞോ ഈ കമ്പനിയെക്കുറിച്ച്? നീ ഭയങ്കരമായിട്ട് ഗൂഗിളിലെല്ലാം നോക്കിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബാക്കി ഇതിനെക്കുറിച്ച് പറയുന്നവരൊക്കെ വിവരം കെട്ടവരാണ്, കമൻറ്റ് തൊഴിലാളികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൊണ്ണേഷ്. നിനക്കെന്താണ് ഇപ്പോൾ ഇവരൊന്ന് സഹായിക്കാൻ തോന്നുന്നില്ലേ? പേ ഔട്ടിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും നിനക്കൊന്നും പറയാത്തത്? നീ പറയണം. നിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ നമ്മുടെ ചീനാമ്മയുടെ ഷെയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് ഭാവിയിൽ എന്താവും എന്നുള്ള ഒരു കാര്യം നീ പറ. ഈ ബഡ്സ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ EDയുടെയും മറ്റേ ഇൻകം ടാക്സിൻ്റെയും GST അതോറിറ്റിയുടെയും സ്പെഷ്യൽ സ്ക്വാഡിൻ്റെയും ഒക്കെ അന്വേഷണത്തെക്കുറിച്ച് വസ്തുതാപരമായ റിപ്പോർട്ടുകൾ നീ കൊടുക്ക്. അപ്പോൾ മൊണ്ണേഷിനെക്കാട്ടി വലിയ ലീഡർമാരൊക്കെ വീഡിയോ ഡിലീറ്റായി ഓടിയിരിക്കുകയാണ്. എന്നാലും വെറുതെ ചോദിച്ചാണ്. മൊണ്ണേഷേ, ഇവന് ബുദ്ധി തീരെ കുറവാണല്ലോ. ചിലപ്പോൾ ഇവൻ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കും. ഇപ്പോൾ എന്താണെന്നറിയില്ല, ലീഡർമാരുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ടായിരുന്നു. ഇത് എവിടെയോ കിടക്കുന്ന ഒരു മൊണ്ണേഷിൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ മാത്രം, അവരുടെ ഫേസ്ബുക്കിൻ്റെ വാളിൽ ഷെയർ ചെയ്യാൻ മാത്രം അതപ്പതിച്ച് പോയല്ലോ നമ്മുടെ ചീന മേഡം എന്നോർത്ത് ഒരു നിമിഷം മൗനം പാലിക്കുന്നു. ബൈ.